മദ്യത്തെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കിയ ഈ സഹോദരൻ പറയുന്ന വാക്കുകൾ നാം ഒന്ന് ശ്രദ്ധിച്ച് സ്കിപ്പ് ചെയ്യാതെ മനസ്സിരുത്തി ഒന്ന് കേട്ടു നോക്കൂ. മദ്യപാനം നിർത്തിയപ്പോൾ തന്നെ പൈസ കയ്യിൽ വരാൻ തുടങ്ങി. ഈ നമ്മുടെ അനാവശ്യമായിട്ടുള്ള പുതിയ വന്നു കയറിയ കുറേ പരിചയമില്ലാത്ത പണ്ട് മുതലുള്ള അല്ലാത്ത കുറേ കൂട്ടുകാരുണ്ടായിരുന്നു. അവരൊക്കെ പോകാൻ തുടങ്ങി. ആൾക്കൂട്ടം കുറഞ്ഞു തുടങ്ങി. നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ കൃത്യമാവാൻ തുടങ്ങി. നമ്മൾ വീട്ടിലും മര്യാദയുള്ളവനായി തുടങ്ങി. വീട്ടിലെ കാര്യങ്ങളും നമ്മളോട് ഡിസ്കസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഉണ്ടായിട്ടുള്ള മാറ്റം എന്ന് പറഞ്ഞത് വളരെ വലുതാണ്. ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു, ഇത് ഈ 35-ാമത്തെ 36-ാമത്തെ വയസ്സിൽ വന്ന ഈ ബോധോദയം ഒരു 20 വയസ്സിലൊക്കെ വന്നിരുന്നെങ്കിൽ ഞാൻ ആരായേനെ. 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു വെച്ച അധ്യാപനം എത്ര സത്യമാണ്. സൂറത്തുൽ മാഇദയിലെ 90-ാമത്തെ ആയത്ത് അല്ലാഹു തആല പറയുന്നുണ്ട്, മദ്യത്തേക്ക് നിങ്ങൾ ഒഴിവാക്കണം, ലഅല്ലക്കും തുഫ്ലിഹൂൻ, എങ്കിൽ നിങ്ങൾ വിജയം കൈവരിച്ചേക്കാം. ആ ഒരു വിജയം മദ്യത്തെ ഒഴിവാക്കിയപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തി നമ്മളോടൊക്കെ വിളിച്ചു പറയുമ്പോൾ ആരെങ്കിലും എഴുതി കൊടുത്ത പേപ്പറിൻ്റെ അടിസ്ഥാനത്തിൽ വായിച്ച വാക്കുകളല്ലല്ലോ. അദ്ദേഹം തൻ്റെ ഹൃദയത്തിൽ നിന്ന് ആനന്ദത്തോടുകൂടി അനുഭവങ്ങൾ ഇങ്ങനെ സമ്മാനിക്കുന്ന ഒരവസ്ഥ ഈ വീഡിയോയിൽ നിന്ന് നമ്മൾ കാണുകയാണ്. എത്ര സാധുക്കളായ സ്ത്രീകളാണ് ഭർത്താക്കന്മാരുടെ മദ്യപാനത്തെ തുടർന്ന് ജീവിതം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എന്നും ക്രൂരമർദ്ദനങ്ങളല്ലേ. ഈ കഴിഞ്ഞ പരിശുദ്ധ റമളാനിൽ എന്തൊരു സന്തോഷമായിരുന്നു അവർക്ക്, സമാധാനമായിരുന്നു. എന്നാൽ ആ പരിശുദ്ധ റമളാൻ വിട്ടുകഴിഞ്ഞപ്പോഴേക്കും വീണ്ടും അവരെ ഉപദ്രവിക്കുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ നൈമിഷികമായ ഈ ദുനിയാവിൽ ജീവിക്കുമ്പോൾ സന്തോഷത്തോടെ ആരെയും വെറുപ്പിക്കാതെ ജീവിക്കാൻ കഴിയണം. എന്തു തന്നെ ആയിരുന്നാലും നീട്ടുന്നില്ല. ഈ വ്യക്തിയുടെ വാക്കുകൾ നിങ്ങൾ ഹൃദയത്തോടൊന്ന് ചേർത്ത് വെച്ച് നോക്കണം. ഒരുപക്ഷെ മദ്യത്തിൽ അടിമപ്പെട്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു ജീവന് മാറ്റം വരാൻ ഈ വീഡിയോ കാരണമാണെങ്കിൽ ഏതെങ്കിലുമൊക്കെ കുടുംബങ്ങളിൽ സാധുക്കളായ സ്ത്രീകൾ ജീവിച്ചേക്കാം, ഒരു കുടുംബം തന്നെ രക്ഷപ്പെട്ടേക്കാം എന്ന് ഞാൻ ഈ സമയം ആഗ്രഹിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം.